കേരളത്തിന്റെ മദ്യവരുമാനം ഞെട്ടിക്കുന്നതാണ്. മദ്യപിക്കുന്ന ഒരു ശരാശരി മലയാളി പ്രതിവർഷം നികുതി ഇനത്തിൽ മാത്രം സർക്കാരിന് കൊടുക്കുന്ന സംഖ്യയാണ് ശരിക്കും നമ്മളിൽ അത്ഭുതം ഉണ്ടാക്കാൻ പോകുന്നത്. അതേക്കുറിച്ചെല്ലാം പറയാം. എന്നാൽ കേരളത്തിലും അധികം മദ്യവരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്ക് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആകെ നികുതി വരുമാനത്തിൻ്റെ 20% മദ്യത്തിൽ നിന്ന് മാത്രം വരുമാനം ലഭിക്കുമ്പോൾ കേരളത്തിന് ഇത് വെറും 3.7% മാത്രമാണ് എന്ന് പറയുന്ന കണക്കുകളും നമുക്ക് കാണാം. കണക്ക് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങൾ വലിയ വരുമാനം മദ്യത്തിൽ നിന്നും ഉണ്ടാക്കുന്നു. അത് വരുമാനത്തിൻ്റെ ശതമാനക്കണക്കിൽ നോക്കിയാലും കൃത്യമായ സംഖ്യയിൽ നോക്കിയാലും കേരളത്തെക്കാൾ കൂടുതലാണ്. എന്നിട്ടും എന്തിനാണ് നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം പ്രധാന വരുമാനം മദ്യമാണെന്നും നമ്മുടെ സാമ്പത്തിക രംഗം ശരിയല്ല എന്നുമെല്ലാം പറയുന്നത്? ഇതിനു പിന്നിൽ ഒരു അജണ്ടയുണ്ടോ? അതോ നമ്മൾ കേൾക്കുന്ന കണക്കുകൾ തെറ്റാണോ? ലഭ്യമായ ശരിയായ കണക്കുകൾ ഓരോന്നും നോക്കി പരിശോധിച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി. ചെറിയ വിവാദങ്ങൾക്കെല്ലാം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശരിയായ സോഴ്സും കണക്കും എല്ലാം കാണിച്ച് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോവാണ്. ഈ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബെഫ്കോ 1984 സ്ഥാപിതമായ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ബിയർ, വൈൻ, വിദേശ നിർമ്മിത വിദേശ മദ്യം, വിദേശ നിർമ്മിത വൈൻ മുതലായവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും കേരള സർക്കാർ ബെഫ്കോയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളുടെ ഭൂരിഭാഗവും ബെഫ്കോയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഡയറക്ടർമാർ അടങ്ങുന്ന ഒരു ബോർഡാണ് കമ്പനിയെ നയിക്കുക. ബെഫ്കോയിലെ മദ്യത്തിന്റെ വിൽപ്പനയും മദ്യം സൂക്ഷിക്കുന്ന വെയർഹൌസും സഹിതം നിയന്ത്രിക്കാൻ കേരളത്തെ 6 മേഖലയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓരോ മേഖലയും ഒരു റീജിയണൽ മാനേജർക്ക് കീഴിലായിരിക്കും. ബെഫ്കോയ്ക്ക് കേരളത്തിലുടനീളം തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം മുതൽ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ വട്ടത്തൂർ വരെ 26 വെയർഹൌസുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കളിയക്കാവിള മുതൽ കാസർഗോഡ് ജില്ലയിലെ സീതാങ്കോളി വരെ 272 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും. ഇതിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത്, 36 എണ്ണം. വയനാട്ടിലാണ് ഏറ്റവും കുറവ്, 6 ഔട്ട്ലെറ്റുകൾ. കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാളയം വികാസ് ഭവനിലെ ബെഫ്കോ ടവറിലാണ്. ഏകദേശം 5000 ജീവനക്കാരുടെ സഹായത്തോടെയാണ് ബെഫ്കോ ഇന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നത്. സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബെഫ്കോ. എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനം എന്ന് പറയുന്നത് ബെഫ്കോയുടെ റീറ്റെയിൽ ലാഭ വരുമാനമല്ല. അത് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണക്കാക്കുക മദ്യവിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയുടെ അളവിലാണ്. പലപ്പോഴും കേരളത്തിൻ്റെ വരുമാനം മുഴുവൻ മദ്യവരുമാനമാണെന്നും കുറച്ചുകൂടെ കടന്ന് കേരളം കുടിയന്മാരുടെ സ്ഥലമാണെന്ന് പറയുന്നവരും ഇനി അങ്ങനെയൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം അപേക്ഷിച്ച് നോക്കിയാൽ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നവരുമുണ്ട്. സത്യാവസ്ഥ മനസ്സിലാവണമെങ്കിൽ കുറച്ച് കണക്കുകൾ ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. കേരളത്തിൽ മദ്യത്തിന് 2 തരം നികുതികൾ നിലവിലുണ്ട്: എക്സൈസ് ടാക്സും വാറ്റും. ഒരു ഉൽപ്പന്നത്തിന് മേൽ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലും ചുമത്തുകയും കണക്കാക്കുകയും ചെയ്യുന്ന നികുതിയാണ് എക്സൈസ് നികുതി. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കുപ്പി ബിയർ വാങ്ങുകയാണെങ്കിൽ അതിന് 15 രൂപ എക്സൈസ് തീരുവ നൽകണം എന്ന് വിചാരിക്കുക. ആ ഒരു കുപ്പിക്ക് 100 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും അതിന് 15 രൂപ തന്നെയായിരിക്കും എക്സൈസ് ടാക്സ് ആയിട്ട് നൽകേണ്ടതുണ്ടാവുക. ഇത് ഫിക്സഡ് ആണ്. വില മാറുന്നതിനനുസരിച്ച് എക്സൈസ് ഡ്യൂട്ടി മാറില്ല. ഇനി മദ്യ ഉപഭോഗത്തിന്, അതായത് ബിവറേജസിലെല്ലാം ക്യൂ നിന്ന് മദ്യം വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതിയാണ് വാറ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി. ഇവിടെ കണക്കുകൂട്ടൽ ഒരല്പം വ്യത്യസ്തമാണ്, എങ്കിലും മനസ്സിലാവുന്ന പോലെ പറയാം. സാധനങ്ങളുടെ വിലയ്ക്ക് ആനുപാതികമായിട്ടാണ് വാറ്റ് ഈടാക്കുന്നത്. ഒരു സാങ്കല്പിക ഉദാഹരണം നോക്കാം. ഒരു ക്യാൻ ബിയറിന് 100 രൂപ വിലയുണ്ടെങ്കിൽ സംസ്ഥാനം അതിന് 10% വാറ്റ് ഈടാക്കുകയും വില 110 രൂപയായിട്ട് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് 110 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് സാധനം കിട്ടുന്നത്. ഇനി ഒരു ക്യാൻ ബിയറിന് 200 രൂപയാക്കി മാറ്റിയെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സൈസ് ടാക്സ് 15 രൂപ തന്നെയായിരിക്കും, പക്ഷേ വാറ്റ് 200ന്റെ 10%-ആയ 20 രൂപയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം കിട്ടുക 220 രൂപയ്ക്കായിരിക്കും. അതായത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈടാക്കുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി. മദ്യ കമ്പനികൾ ഈ എക്സൈസ് ടാക്സ് കൂടെ ചേർത്തിട്ടാണ് ബെഫ്കോ പോലുള്ള മദ്യ വിതരണക്കാർക്ക് വിൽപ്പന നടത്തുന്നത്. അവർ അതിൻ്റെ കൂടെ വാറ്റ് ചാർജ് ചെയ്ത് സാധാരണ കസ്റ്റമേഴ്സിന് വിൽക്കും. സ്വാഭാവികമായിട്ടും എക്സൈസ് ടാക്സും ഇൻഡയറക്റ്റ്ലി കസ്റ്റമേഴ്സ് തന്നെയാണ് പേ ചെയ്യുന്നത്. പക്ഷേ ആ സംസ്ഥാനത്തിലെ കൺസ്യൂമർ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കയറ്റുമതി ചെയ്താലും ഉൽപ്പാദക സംസ്ഥാനങ്ങൾക്ക് ഈ തുക തന്നെ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു മാപ്പും ഡാറ്റയും ശ്രദ്ധിക്കുക. പലരും ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2022-23 കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി ലഭിച്ച നികുതി വരുമാനത്തിൽ മദ്യത്തിൽ നിന്നും മാത്രം ലഭിച്ച നികുതി വരുമാനത്തിൻ്റെ ശതമാനമാണിത്. ഇതിൽ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തെ അപേക്ഷിച്ച് ഉത്തർപ്രദേശ്, കർണാടക, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മദ്യത്തിൽ നിന്നുള്ള വരുമാനം കൂടുതലാണ്. കേരളത്തിന് മദ്യത്തിൽ നിന്നും വെറും 3.7% മാത്രമാണ് നികുതി വരുമാനം.
മേൽപ്പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾക്ക് 20% കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പം നമ്മൾ കേൾക്കുന്നതൊക്കെ തെറ്റാണോ? വെറും 3.7% മാത്രമാണോ കേരളത്തിൻ്റെ മധ്യവരുമാനം? കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഡാറ്റ നോക്കാം. 2022-23 കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു ഡാറ്റയാണിത്. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന എക്സൈസ് ടാക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം. നോക്കുമ്പോൾ ഏകദേശം നമ്മൾ മുൻപ് കാണിച്ച ഡാറ്റയുമായിട്ട് നല്ല സാമ്യമുണ്ട് താനും. ഉത്തർപ്രദേശ്, കർണാടക, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ എക്സൈസ് ടാക്സ് ലഭിക്കുന്നത്. അത് സത്യമാണ്. അതായത് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്റ്റേറ്റിന് ലഭിക്കുന്ന ടാക്സ് ആണിത്. ഇനി മറ്റൊരു ഡാറ്റ ചാർട്ട് നോക്കാം. ഇതിൽ ഇടത് ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് 2018-19 വർഷത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച എക്സൈസ് ടാക്സിന്റെ കണക്കാണ്. ഏകദേശം 2022-23 പോലെ തന്നെ ഉത്തർപ്രദേശ്, കർണാടക, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കാണ് എക്സൈസ് ടാക്സ് അഥവാ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് കിട്ടുന്ന ടാക്സ് കൂടുതൽ. കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ കുറവാണ്. എന്നാൽ വലതുവശത്തെ ചാർട്ട് പരിശോധിച്ചാൽ അതിൽ ചില സംസ്ഥാനങ്ങളുടെ വാറ്റ് അടക്കമുള്ള സെയിൽസ് ടാക്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങൾക്ക് മദ്യ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ടാക്സ് ആണിത്. ഇപ്പോൾ ചിത്രം കുറെ കൂടെ മാറി. 2576 കോടി രൂപ എക്സൈസ് വരുമാനം ഉണ്ടായിരുന്ന കേരളത്തിന് വാറ്റ് കൂടെ കൂട്ടുമ്പോൾ 11,206 കോടി രൂപ വരുമാനം ലഭിച്ചു. 8,630 കോടി രൂപയുടെ വർധനവ്. തമിഴ്നാടിൻ്റെ കാര്യത്തിലും സ്ഥിതി ഇത് തന്നെയാണ്. 6,724 കോടി രൂപയായിരുന്നു എക്സൈസ് ടാക്സ്. അതിൽ വാറ്റ് കൂടെ ചേർന്നപ്പോൾ 31,157 കോടി രൂപയായി. എക്സൈസ് ടാക്സിൻ്റെ ഡാറ്റ കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ലഭ്യമാണ്. അത് പരസ്യമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളുടെയും വാറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പബ്ലിക്കായി പലപ്പോഴും ലഭ്യമാവാറില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ കാണുന്നത് മദ്യത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന എക്സൈസ് ടാക്സ് മാത്രമാണ്. അതുകൊണ്ടാണ് ശതമാന കണക്കൊക്കെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റിൻ്റെ ടാക്സ് വരുമാനം, അതായത് കേരളാസ് ഓൺ ടാക്സ് റവന്യൂ 53,110.58 കോടി രൂപയാണ്. ഇനി ഇതിൻ്റെ എത്ര ശതമാനമാണ് മദ്യത്തിൽ നിന്നും മാത്രമുള്ള വരുമാനമെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് ഏകദേശം 21% വരും. ഇനി എക്സൈസ് ടാക്സ് മാത്രം എടുത്ത് നോക്കിയാൽ 4.8% മാത്രമേ വരുന്നുള്ളൂ. ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ മാപ്പിൽ 3.7% എന്ന് കൊടുത്തിരിക്കുന്നത് 2022-23 കാലഘട്ടത്തിലേതാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2018-19 കാലഘട്ടത്തിലേതാണ്. എന്ത് തന്നെയായാലും എക്സൈസ് ടാക്സ് മാത്രം നോക്കിയാൽ അത് കേരളത്തിൻ്റെ ടാക്സ് വരുമാനത്തിൻ്റെ 3-4% മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ വാറ്റ് അഥവാ സെയിൽസ് ടാക്സ് കൂടെ കൂട്ടുമ്പോൾ ആകെ 21% വരും. രണ്ടും മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് എന്നിരിക്കുമ്പോൾ ഒന്ന് മാത്രം കാണിച്ച് മറ്റേത് മറച്ചു വെക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി തമിഴ്നാടിൻ്റെ കാര്യം നോക്കാം. 2018-19 കാലഘട്ടത്തിൽ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ നികുതി വരുമാനം 1,10,178 കോടി രൂപയാണ്. ഇനി ഇതിൻ്റെ എത്ര ശതമാനമാണ് മദ്യത്തിൽ നിന്നുള്ള ആകെ വരുമാനം എന്ന് നോക്കാം. അത് ഏകദേശം 28% വരും. ഇനി എക്സൈസ് ടാക്സ് മാത്രം നോക്കിയാലോ 6% മാത്രമേ വരുന്നുള്ളൂ. 2022-23 വർഷത്തിലെ കണക്ക് പോലെ തന്നെ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇത് 13%, ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ ഇത് 18%. മറ്റൊരു കാര്യം, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ മദ്യത്തിൽ നിന്നും വാറ്റ് ഈടാക്കാറില്ല. ശരിക്കും ഇത്രത്തോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്തെ ഒന്നും ഒരു കാര്യത്തിലും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനവുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എങ്കിലും വാറ്റ് മറച്ചു വെക്കുമ്പോൾ കണക്ക് തെറ്റുന്നത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ പോലെ മറ്റ് സംസ്ഥാനങ്ങളും മദ്യത്തിൽ നിന്ന് ധാരാളം വരുമാനം നേടുന്നുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും കേരളം 3% മാത്രമേ നേടുന്നുള്ളൂ എന്ന് പറയുന്നത് സത്യമല്ല എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ എക്സൈസ് ടാക്സിൽ നിന്നും അത്ര വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിലും സെയിൽസ് ടാക്സ് കൂടെ കൂട്ടുന്ന സമയത്ത് 22% ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടേബിൾ നോക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് 2018-19 സാമ്പത്തിക വർഷത്തിലെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. മദ്യവിതരണത്തിൽ സംസ്ഥാനങ്ങളുടെ കുത്തകയുള്ള, അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ബെഫ്കോ പോലുള്ള സ്ഥാപനങ്ങൾ വഴി നേരിട്ട് മദ്യവിതരണം ചെയ്യുന്ന കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഉയർന്ന വിൽപ്പന നികുതിയായ വാറ്റ് ഏർപ്പെടുത്തിയാണ് വരുമാനം കൂട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ വിൽപ്പന നികുതിയും ഉയർന്ന എക്സൈസ് തീരുവയുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ എക്സൈസ് ടാക്സിൽ നിന്ന് വരുമാനം കൂടുതലാണ്. ഈ നികുതി കണക്കിലെടുത്താൽ കേരളം പിറകിലാണ്. കാരണം മറ്റെല്ലാ വ്യവസായങ്ങളും നമുക്കറിയാം പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ്. അതുപോലെ തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും നമുക്ക് കുറവ് തന്നെയാണ്. ഇവിടെ പക്ഷേ വാറ്റിൽ നിന്ന് പ്രധാന വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനം നമ്മളാണ്. ആ വരുമാനം മറച്ചു വെച്ച് വാറ്റ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി ഉള്ള സംസ്ഥാനങ്ങളുടെ ആ കണക്കുകൾ മാത്രം വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണക്ക് തെറ്റുന്നതാണ്, തട്ടിപ്പ് നടക്കുന്നതാണ്. ഇനി നികുതി വരുമാനം മാത്രമല്ല, മൊത്തമായിട്ടുള്ള കണക്ക് വെച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ കൊടുത്തിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കുക. 2018-19 കാലഘട്ടത്തിൽ
കേരള സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച് കേരളത്തിൻ്റെ മൊത്തമായ വരുമാനം എത്രയാണ്? 92,854.4 കോടി രൂപയാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ആകെ വരുമാനത്തിൽ ടാക്സ് ആയിട്ട് ലഭിക്കുന്നതും അല്ലാത്തതുമായ വരുമാനവും പിന്നെ കേന്ദ്രം നൽകുന്ന ഗ്രാൻറ്റുകളും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അതിൽ തന്നെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം എത്രയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത് 12%. അതേസമയം തമിഴ്നാടിൻ്റെ മൊത്തമായിട്ടുള്ള വരുമാനം 1,80,619 കോടി രൂപയാണ്. അതിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം 17%. മഹാരാഷ്ട്രയുടെ മൊത്തമായിട്ടുള്ള വരുമാനം 2,86,500 കോടി രൂപയാണ്. ഇതിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം നോക്കിയാൽ 9%. ഇനി ഉത്തർപ്രദേശിൻ്റെ മൊത്തമായിട്ടുള്ള വരുമാനം എത്രയാണ്? 3,80,022 കോടി രൂപയാണ്. ഇതിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് വെറും 6.6%. 2018-19 കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനവുമായിട്ട് ഒത്തുനോക്കുമ്പോൾ ശതമാന കണക്കിൽ മദ്യത്തിൽ നിന്ന് ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്നത് തമിഴ്നാടാണ്. തൊട്ടുപിറകിൽ ഒരു സംശയവും വേണ്ട, കേരളം തന്നെയാണ്. സംസ്ഥാനങ്ങളുടെ ആകെ വരുമാനം എടുത്ത് അതിൽ മദ്യത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വരുമാനം നോക്കിയപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകമായിട്ടുള്ള ഒരു നികുതിയും മറച്ചു വെക്കാതെയുള്ള കണക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളം വലിയ രീതിയിൽ തന്നെ മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മദ്യത്തിൽ നിന്നുള്ള വരുമാനം കേരളത്തെക്കാൾ കൂടുതലാണ് എങ്കിലും ആ സംസ്ഥാനത്തിൻ്റെ മൊത്ത വരുമാനം കേരളത്തെക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശതമാന കണക്കിൽ അവരെല്ലാം മദ്യത്തെ ആശ്രയിച്ച് വരുമാനം ഉണ്ടാക്കുന്നത് കുറവാണ് എന്ന് കാണാം. ഇനി മറ്റൊരു കാര്യം, ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ജനസംഖ്യ നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി നോക്കാൻ പോകുന്നത് ആളോഹരി എത്ര ടാക്സ് ഓരോ സംസ്ഥാനത്തെയും ഉപഭോക്താക്കൾ സർക്കാരിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ലേ, അയ്യോ പാവങ്ങൾ എത്ര പണം മദ്യപിച്ചുകൊണ്ട് സർക്കാരിന് കൊടുക്കുന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 2019-21 കാലഘട്ടത്തിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് കേരളത്തിൽ മദ്യ ഉപഭോഗം ഏതാണ്ട് 9.5% വരും. തമിഴ്നാട്ടിൽ ഇത് 12.27%, മഹാരാഷ്ട്രയിൽ ഇത് 7.27%, ഉത്തർപ്രദേശിൽ 7.34%. ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾ നമ്മളിവിടെ തിരഞ്ഞെടുത്തത് അവരുടെ സെയിൽസ് ടാക്സ് ഡാറ്റ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നത് പോലെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, തെലങ്കാന, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളെ അപേക്ഷിച്ച് മദ്യത്തിന്റെ ഉപയോഗം കൂടുതലാണ്. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ മദ്യത്തിന് അമിതമായി നികുതി ഈടാക്കുന്നില്ല. ഈ ഒരു ടേബിൾ നോക്കൂ. ഇവിടെ മദ്യത്തിൽ നിന്ന് കൂടുതൽ നികുതി ലഭിക്കുന്ന മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി കേരളത്തെ നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു വർഷം 26,968 രൂപയോളം സെയിൽസ് ടാക്സ്, അതായത് വിൽപ്പന നികുതിയായി കേരളത്തിൽ മദ്യപിക്കുന്ന ഒരാൾ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും വലിയ തുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ സർക്കാർ വിൽപ്പന നികുതി വീണ്ടും കൂട്ടിയിരുന്നു. 4% വർദ്ധിപ്പിച്ചത്. അതിനുശേഷം 400 രൂപ വിലയുള്ള മദ്യത്തിന് 241%, 400 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മദ്യത്തിന് 251% സെയിൽസ് ടാക്സ് അഥവാ വിൽപ്പന നികുതി. അതായത് 400 രൂപ വിലയുള്ള മദ്യത്തിന് 241% സെയിൽസ് ടാക്സ് കണക്കാക്കുമ്പോൾ 964 രൂപ വരും. അതും കൂടെ കൂട്ടി കസ്റ്റമർ കൊടുക്കേണ്ടി വരും. 400ഉം 964ഉം ചേരുമ്പോൾ 1364 രൂപയോളം വരും. ഇനി 500 രൂപയുടെ മദ്യമാകുകയാണെങ്കിൽ 251%, അതായത് 1255 രൂപ കൂടുതൽ കൊടുത്ത് മൊത്തം 1755 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും. 500 രൂപയുടെ സാധനത്തിനാണ് 1755 രൂപ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം വലിയ രീതിയിൽ മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, 251% വരെ സെയിൽസ് ടാക്സ് ആയിട്ട് ഈടാക്കുന്ന കേരളത്തിൽ എക്സൈസ് ടാക്സ് 21.5% മുതൽ 23.5% വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള വരുമാനം നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും കുറയുന്നതാണ്. അതുകൂടാതെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് ഏർപ്പെടുത്തിയതും ബാർ ലൈസൻസ് ഫീ കൂട്ടിയതും മദ്യത്തിൻ്റെ വില വീണ്ടും വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. 500 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപയും അതിന് മുകളിൽ വില വരുന്ന മദ്യത്തിന് 40 രൂപയുമാണ് അധിക സെസ്. ടൂറിസം സോണുകളിൽ സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടി മദ്യനയം ഉദാരമാക്കുകയും ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷം രൂപയിൽ നിന്ന് 35 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ബാറുകളിൽ നിന്ന് വിൽക്കുന്ന മദ്യത്തിന് ഉയർന്ന വില നൽകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വലിയ വരുമാന കണക്ക് പറയുമ്പോഴും ബെഫ്കോ പോലും നഷ്ടത്തിലാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. 2020 കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് മദ്യവിൽപ്പനയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക, കേരളം എന്നീ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർന്നാണ്
രാജ്യത്ത് വിൽക്കുന്ന മദ്യത്തിൻ്റെ 45% ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് ലോക്ക്ഡൗൺ കേരളത്തെയും ബാധിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളും ബെഫ്കോയെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ വർഷങ്ങളായിരുന്നു. എന്നാൽ 2020-21 സാമ്പത്തിക വർഷത്തിൽ 1608.17 കോടി രൂപ നഷ്ടം വരുത്തിയതിൽ നിന്ന് 2023 ലാഭമുണ്ടാക്കിക്കൊണ്ടാണ് ബെഫ്കോ ഉയരങ്ങളിലേക്ക് കുതിച്ചത്. മദ്യം കൂടുതൽ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനികുതിയിലൂടെ കേരളത്തിൻ്റെ വരുമാനവും കൂടും. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മദ്യവിൽപ്പനയിലൂടെ സംസ്ഥാന സർക്കാരിന് 16,100 കോടി രൂപ നികുതി വരുമാനമായിട്ട് ലഭിച്ചു. കൂടാതെ ബെഫ്കോ ലാഭത്തിലാവുകയും ചെയ്തു. മദ്യം ശരിക്കും കൺസ്യൂമർ ഫെഡുകൾക്കും ബാറുകൾക്കും വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭവും സംഭരിക്കുമ്പോഴുണ്ടാവുന്ന ലാഭമൊക്കെയാണ് ബെഫ്കോ എന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന വരുമാനം. നികുതി സർക്കാരിനാണ് എന്ന കാര്യം ഇവിടെ നമ്മൾ മറന്നു പോരുത്. അപ്പോൾ കുറച്ച് വിറ്റാലും കൂടുതൽ വിറ്റാലും സർക്കാരിന് കിട്ടേണ്ടത് സർക്കാരിന് കിട്ടും. എന്നാൽ മദ്യത്തിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മദ്യവിൽപ്പന കുറഞ്ഞാൽ അപകടത്തിലാവുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ശരിക്കും മദ്യത്തിലൂടെയുള്ള വരുമാനം കൂടുന്നുണ്ട് എങ്കിലും കേരളത്തിൽ അത് വലിയ ലാഭമാണ് എങ്കിലും ഇതത്ര നല്ല കാര്യമല്ലല്ലോ. എന്നാൽ അത്രത്തോളം ആശങ്കപ്പെടാനില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മദ്യപിക്കുന്നവരുടെ എണ്ണം വർഷാവർഷവും കുറഞ്ഞു വരുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കിടയിൽ മദ്യപാനശീലം പൊതുവെ കുറവാണ്. ഇനി സംസ്ഥാനത്തെ ജില്ലകളുടെ കാര്യമെടുത്താൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ആലപ്പുഴ ജില്ലയിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൂടുതലാണ്. ജനസംഖ്യാനുപാതം അനുസരിച്ച് മദ്യപിക്കുന്നവരുടെ ശരാശരി 29.2%. ഏറ്റവും കുറവ് മദ്യം ഉപയോഗിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ 7.7% പുരുഷന്മാർ മാത്രമാണ് മദ്യം കഴിക്കുന്നത്. ചെറിയൊരു ജനറൽ നോളജ് പറയാനാണെങ്കിൽ മദ്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം റമ്മിനോടാണ്. അതിനുശേഷം ബ്രാൻഡി. ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിനും ഉത്സവ സമയത്ത് വലിയ ഡിമാൻഡുണ്ട്. വേനൽക്കാലത്ത് ബിയറിൻ്റെ ആവശ്യവും ക്രമാതീതമായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. പൊതുവെ കേരളത്തിലും പുറത്തും മലയാളികൾ കടുത്ത മദ്യപാനികളാണ് എന്നൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെതിരായി ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് മന്ത്രി ശ്രീ MP രാജേഷ് 2023 അബ്കാരി ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നിയമസഭയിൽ ചില സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ബെഫ്കോയുടെ കണക്കനുസരിച്ച് 2011-12 സാമ്പത്തിക വർഷത്തിൽ 244.33 ലക്ഷം കേസ് മദ്യം വിറ്റപ്പോൾ 2022-23 സാമ്പത്തിക വർഷത്തിലെത്തിയപ്പോഴേക്കും 224.3 ലക്ഷം കേസായിട്ട് വിൽപ്പന കുറഞ്ഞത് കാണാം. വിൽപ്പനയുടെ കാര്യത്തിൽ 8.1% ഇടിവ്. ഇനി മദ്യവിൽപ്പനശാലകളുടെ കണക്കെടുത്താൽ കേരളത്തിൽ ആകെ 309 മദ്യവിൽപ്പനശാലകളുള്ളപ്പോൾ തമിഴ്നാട്ടിൽ 5329 കർണാടകയിൽ 3980 കേരളത്തിൽ 1 ലക്ഷം പേർക്ക് ഒരു ഔട്ട്ലെറ്റ് എന്നാണെങ്കിൽ തമിഴ്നാട്ടിൽ 13,000 പേർക്ക് ഒരു ഔട്ട്ലെറ്റ് എന്നതും കർണാടകയിൽ 17,000 പേർക്ക് ഒരു ഔട്ട്ലെറ്റും എന്നതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ മദ്യത്തിലെ വരുമാനം മാത്രം കണക്കിലെടുത്ത് കേരളം പൊതുവെ മദ്യാസക്തിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ള നരേറ്റീവ് അപ്രസക്തം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഓരോ വർഷവും ടാക്സ് കൂട്ടിയിട്ടാണ്, അല്ലാതെ മദ്യപിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ടല്ല. വ്യാവസായികപരമായി സ്റ്റേറ്റിന് വരുമാനം ലഭിക്കാനുള്ള ഉപാധിയാണ് മദ്യമെങ്കിലും മദ്യത്തിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മദ്യപിക്കുന്നു എന്ന് പറയുന്ന ധാരാളം പേരെ നമ്മൾ കാണാറുണ്ട്. തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും അത് അത്രത്തോളം തമാശയായിട്ട് കാണേണ്ടതല്ല. ഏതാണ്ട് 44% റോഡ് അപകടങ്ങളിലും 19% സർക്കാർ ആശുപത്രി വാസങ്ങളിലും 80% വിവാഹ മോചനങ്ങളിലും കാരണം മദ്യപാനം തന്നെയാണ്. എന്തായാലും ഇന്ത്യയിൽ മലയാളികൾ മാത്രം കൂടുതൽ മദ്യപിക്കുന്നു എന്നതും അല്ലെങ്കിൽ മലയാളി മുഴുക്കുടിയനാണ് എന്നെല്ലാമുള്ള നെറേറ്റീവ് ഒക്കെ തന്നെ വെറുതെയാണ്. ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം മദ്യപാനികളുണ്ട്. എങ്കിലും എങ്ങനെ കുടിക്കണം എന്നത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മലയാളികൾക്ക് പൊതുവെ ഈ കാര്യത്തിൽ ഒരു ചീത്തപ്പേരുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതാവുന്നതാണ്. കാര്യം എന്താണെങ്കിലും അർദ്ധസത്യങ്ങളും പാതിവന്ത യാഥാർത്ഥ്യങ്ങളും കൊണ്ട് ആകെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ ഒരു വിഷയം കണക്കുകളുടെ സഹായത്തോടെ സത്യം വ്യക്തമാവുന്ന രീതിയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയധികം കണക്കുകളുടെ സഹായത്തോടെ ആദ്യമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കാര്യം കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുടെയും കള്ളം കണക്കുകളുടെ സഹായത്തോടെ തീർച്ചയായിട്ടും നമുക്ക് പൊളിക്കാൻ പറ്റുന്നതാണ്. അത്തരം ഒരുപാട് വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം എന്നെ അറിയിക്കൂ. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതാണ്. താല്പര്യമില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി ചെയ്യേണ്ട എന്ന തീരുമാനമെടുക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.